നമസ്കാരം. സമ്പാദ്യത്തിൽ നിന്ന് സമ്പത്തിലേക്കുള്ള ഒരു വലിയ യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഓഹരി വിപണി അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് പലർക്കും ഇതൊരു പേടി സ്വപ്നമാണ്. എന്നാൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ ഇതൊരു അത്ഭുതമാണ്. നമ്മുടെ സമ്പാദ്യം എങ്ങനെ വളർത്താം? എന്താണ് യഥാർത്ഥത്തിൽ ഈ ഓഹരി വിപണി? എങ്ങനെ സുരക്ഷിതമായി നിക്ഷേപിക്കാം? ഇന്ത്യയുടെ വളർച്ചയിൽ നിങ്ങൾക്കും എങ്ങനെ ഒരു പങ്കാളിയാകാം എന്ന് നമുക്ക് ലളിതമായി പഠിക്കാം. പണം വെറുതെ ഇരുന്നാൽ വളരുമോ? നമ്മളിൽ പലരും പണം സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കാറാണ് പതിവ്. പക്ഷേ ചിന്തിച്ചു നോക്കൂ, 10 വർഷം മുൻപ് 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ ഇന്ന് അതേ വിലയ്ക്ക് കിട്ടുമോ? ഇല്ല. അതാണ് ഇൻഫ്ലേഷൻ അഥവാ വിലക്കയറ്റം. പണം വെറുതെ ഇരുന്നാൽ അത് സാവധാനം നശിച്ചു പോകും. നമ്മുടെ സ്വപ്നങ്ങളായ വീട്, കാറ്, വിദേശ പഠനം എന്നിവ നേടിയെടുക്കണമെങ്കിൽ പണം ഇൻഫ്ലേഷനേക്കാൾ വേഗത്തിൽ വളരണം. അതിനുള്ള വഴിയാണ് ശരിയായ നിക്ഷേപങ്ങൾ. ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പ് നോക്കൂ. നമ്മുടെ ഇന്ത്യ അതിവേഗം വളരുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിക്കഴിഞ്ഞു. റെയിൽവേ ആകട്ടെ, ഫാക്ടറികളാകട്ടെ, ടെക്നോളജി ആകട്ടെ, എല്ലാ മേഖലയിലും വലിയ കുതിച്ചുചാട്ടമാണ് നടക്കുന്നത്. ഈ വളർച്ചയുടെ ലാഭം കമ്പനികൾക്ക് മാത്രം പോയാൽ മതിയോ? പോരാ. ഓഹരി വിപണിയിലൂടെ ഈ വളർച്ചയിൽ പങ്കാളികളാകാൻ സാധാരണക്കാരായ നമുക്കും സാധിക്കും. പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഇതൊരു വലിയ അവസരമാണ്. പച്ചക്കറി വിപണിയും ഓഹരി വിപണിയും. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറി ചന്ത ഒന്ന് ഓർക്കാം. പച്ചക്കറി ചന്തയിൽ ആളുകൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഓഹരി വിപണിയും. ഇവിടെ തക്കാളിക്കും ഉള്ളിക്കും പകരം കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. തക്കാളിയുടെ വില കൂടുന്നതും കുറയുന്നതും പോലെ ഓഹരികളുടെ വിലയും മാറിക്കൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ഒരു ഷെയർ? ലളിതമായി പറഞ്ഞാൽ, ഒരു ഷെയർ എന്നാൽ ആ കമ്പനിയുടെ ചെറിയൊരു ഉടമസ്ഥാവകാശമാണ്. ഉദാഹരണത്തിന്, റിലയൻസ് പോലെയുള്ള ഒരു വലിയ കമ്പനിയുടെ ഒരു ഷെയർ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളും ആ വലിയ പ്രസ്ഥാനത്തിന്റെ ഒരു ചെറിയ ഉടമയാകുകയാണ്. കമ്പനി ലാഭമുണ്ടാക്കുമ്പോൾ ആ ലാഭത്തിന്റെ ഒരു വിഹിതം നിങ്ങളുടെ ഷെയറിന്റെ വില വർധനവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ജ്യൂസ് കടയിലെ കൂട്ടുകാർ. ലളിതമായ ഉദാഹരണം. നമുക്കൊരു കുഞ്ഞു കഥ പറയാം. അരുൺ, മീര, രാഹുൽ ഇവർ 3 പേരും ചേർന്ന് ഒരു ജ്യൂസ് കട തുടങ്ങുന്നു. അരുൺ 50%, മീരയും രാഹുലും 25% വീതവും പണം മുടക്കി ആ കടയുടെ ഉടമകളാകുന്നു. കട നന്നായി ഓടി ലാഭമുണ്ടാക്കിയാൽ 3 പേർക്കും ഗുണം. ഒരുപക്ഷേ നഷ്ടമുണ്ടായാലോ? ആ നഷ്ടവും എല്ലാവരും ചേർന്ന് സഹിക്കണം. ഇത് തന്നെയാണ് ഓഹരി വിപണിയിലെയും തത്വം. ഇന്ത്യയിലെ പ്രധാന ഓഹരി വിപണികൾ. ഇന്ത്യയിൽ പ്രധാനമായും 2 എക്സ്ചേഞ്ചുകളാണുള്ളത്. ഒന്ന് BSE അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതാണ്. രണ്ടാമത്തേത് NSE അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. ഇന്നൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റുകളിൽ എളുപ്പത്തിൽ ഇടപാടുകൾ നടത്താം. ഇന്ത്യൻ വിപണിയുടെ ഭാവി സാധ്യതകൾ. 1. ഇന്ത്യയുടെ ഭാവി നമ്മുടെ യുവാക്കളുടെ കൈകളിലാണ്. നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം കൂടുന്നു. ഡിജിറ്റൽ സാക്ഷരത വളരുന്നു. UPI, പേയ്മെന്റുകളും മൊബൈൽ ബാങ്കിങ്ങും വന്നതോടെ നിക്ഷേപം എന്നത് എല്ലാവർക്കും വിരൽത്തുമ്പിലായി. ഗ്രാമങ്ങളിലിരുന്ന് പോലും ഇന്ന് ആർക്കും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമാകാൻ സാധിക്കും. ഇന്ത്യൻ വിപണിയുടെ ഭാവി സാധ്യതകൾ 2. ടെക്നോളജി, ആരോഗ്യരംഗം, നിർമ്മാണം. ഇങ്ങനെ എല്ലാ മേഖലകളും വളരുകയാണ്. പുതിയ റോഡുകളും റെയിൽവേയും വിമാനത്താവളങ്ങളും വരുമ്പോൾ രാജ്യം മാറുകയാണ്. ഒരു ഗ്രാമം നഗരമായി മാറുന്നത് പോലെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച. ആളുകളിപ്പോൾ പണത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വളർച്ചയിൽ എങ്ങനെ നമുക്കും സമ്പാദ്യമുണ്ടാക്കാം എന്നതാണ് ഇനി നാം നോക്കേണ്ടത്. ശ്രദ്ധിക്കുക, റിസ്ക് ഒരു പ്രധാന ഘടകമാണ്. അവസാനമായൊരു കാര്യം, ഓഹരി വിപണി എന്നത് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. റോളർ കോസ്റ്റർ പോലെ ഇതിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാകും. ഇതൊരു ചൂതാട്ടമല്ല, മറിച്ച് അറിവോടെയുള്ള നിക്ഷേപമാണ്.
ക്ഷമയും അച്ചടക്കവുമാണ് വിജയത്തിന്റെ രഹസ്യം. വിപണി താഴേക്ക് പോകുമ്പോൾ പേടിക്കാതിരിക്കാനും ദീർഘകാല ലക്ഷ്യത്തോട് നിക്ഷേപിക്കാനും നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ യാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. തുടക്കക്കാർക്ക് മ്യൂച്വൽ ഫണ്ടുകൾ, നേരിട്ട് ഷെയറുകൾ വാങ്ങാൻ നിങ്ങൾക്ക് പേടിയുണ്ടോ? ഏത് കമ്പനി തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ കൺഫ്യൂഷനാണോ? എങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാം. ഇതൊരു കൊട്ടയിലെ പലതരം മുട്ടകൾ പോലെയാണ്. വിദഗ്ധരായ ആളുകൾ നിങ്ങളിൽ നിന്ന് പണം ശേഖരിച്ച് മികച്ച കമ്പനികളിൽ നിക്ഷേപിക്കുന്നു. ഇതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനി തകർന്നാലും നിങ്ങളുടെ മുഴുവൻ പണത്തെയും അത് ബാധിക്കില്ല. സുരക്ഷിതമായ തുടക്കത്തിന് ഇതാണ് ഏറ്റവും നല്ല വഴി. എങ്ങനെ നിക്ഷേപം തുടങ്ങാം? 2 രീതിയിൽ നമുക്ക് നിക്ഷേപം തുടങ്ങാം. ഒന്ന്, SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. മാസം തോറും 500 രൂപ പോലുള്ള ചെറിയ തുകകൾ വെച്ച് നമുക്കിത് തുടങ്ങാം. രണ്ടാമത്തേത് ലംപ്സമാണ്, അതായത് വലിയൊരു തുക ഒറ്റത്തവണയായി നിക്ഷേപിക്കുന്നത്. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ SIP ആണ് ഏറ്റവും അനുയോജ്യം. ഓരോ മാസവും അച്ചടക്കത്തോടെ നിക്ഷേപിക്കുന്ന ശീലം ഇത് നിങ്ങളിൽ വളർത്തും. വിജയത്തിനുള്ള 3 നിയമങ്ങൾ. ഓഹരി വിപണിയിൽ വിജയിക്കാൻ 3 പ്രധാന നിയമങ്ങളുണ്ട്. 1. നേരത്തെ തുടങ്ങുക. ചെറിയ പ്രായത്തിൽ തുടങ്ങിയാൽ പണം വളരാൻ കൂടുതൽ സമയം ലഭിക്കും. 2. ദീർഘകാലം കാത്തിരിക്കുക. കുറഞ്ഞത് 5 മുതൽ 10 വർഷമെങ്കിലും വിപണിയിൽ തുടരാൻ ശ്രമിക്കണം. 3. പഠിക്കുക, പിന്നെ നിക്ഷേപിക്കുക. അറിവില്ലാതെ ഒരിക്കലും പണമിറക്കരുത്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും വലിയൊരു സമ്പത്ത് കെട്ടിപ്പടുക്കാം. ശരിയായ മാർഗനിർദ്ദേശം തേടുക. നമ്മൾ സ്പോർട്സ് പഠിക്കാൻ ഒരു കോച്ചിനെ തേടാറില്ലേ? അതുപോലെ തന്നെയാണ് നിക്ഷേപത്തിന്റെ കാര്യവും. നമുക്കൊരു വഴികാട്ടി വേണം. ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക്, ഉദാഹരണത്തിന് BVB ക്യാപിറ്റൽ, നിങ്ങളെ ശരിയായ രീതിയിൽ സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി ഏത് ഫണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം എന്ന് അവർ പറഞ്ഞുതരും. ലക്ഷ്യത്തിലേക്ക് കൃത്യമായി എത്താൻ ഒരു വിദഗ്ധന്റെ സഹായം തേടുന്നത് എപ്പോഴും ബുദ്ധിപരമാണ്. നിങ്ങളുടെ യാത്ര ഇന്ന് തുടങ്ങുക. ഓഹരി വിപണി എന്നത് പേടിക്കേണ്ട ഒന്നല്ല. അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചാൽ ഇത് വളരെ ലളിതമാണ്. ഇന്ന് തന്നെ ഒരു SIP വഴി ചെറിയ തുകയിൽ നിങ്ങളുടെ യാത്ര തുടങ്ങൂ. ഇന്ത്യയുടെ ഈ വലിയ വളർച്ചയിൽ നിങ്ങളും ഒരു പങ്കാളിയാകൂ. കൂടുതൽ വിവരങ്ങൾ അറിയാൻ BVB ക്യാപിറ്റലുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കായി ഇന്ന് തന്നെ ആദ്യ ചുവട് വയ്ക്കാം.